എല്ലാ കൂട്ടുകാർക്കും മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകുമെങ്കിൽ ഒരു ലൈക്ക് നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മിക്സിയൊക്കെ അഴുക്കാകാതിരിക്കാൻ വേണ്ടി അതിനൊരു കവർ തയ്ച്ചിടുന്നതാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമ്മൾ അതിനൊരു ഡ്രസ്സ് തയ്ച്ചിടാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ മിക്സിയുടെ കവറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തുണി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം 5 പീസ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. 5 പീസ് വേണം. ഇപ്പം ഞാൻ തുടക്കം ഒരു കവർ കാണിച്ചില്ലേ, ആ ഒരു കവറിൻ്റെ രീതിക്ക് കിട്ടണമെങ്കിൽ 5 പീസ് വേണം. അപ്പോൾ ഈ ഒരു സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തുണിക്ക് എത്ര വീതി എത്ര നീളമാണെന്ന് പറയാം. ഇത് 6 ഇഞ്ച് വീതി 6 ഇഞ്ച് നീളം, അങ്ങനെയാണ് ഇത് സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ അരിച്ചാക്കില്ലേ, അരിച്ചാക്കും കൂടെ 5 പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ അരിച്ചാക്ക് എടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കവർ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അരിച്ചക്കും കൂടെ അതിൻ്റെ കൂടെ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയാമോ, ഈ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അരിച്ചാക്കും പിന്നെ നമ്മുടെ ഈ ഒരു തുണി സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് സ്ക്വയറായിട്ടൊന്ന് തയ്ച്ചെടുക്കുക. തയ്ച്ചെടുത്തതിന് ശേഷം എന്നിട്ട് ഈ 2 പീസിൻ്റെ മേളിൽ കൂടെ ഒന്ന് 2 പ്രാവശ്യം ഒന്ന് നേരെ ഒന്ന് സ്റ്റിച്ച് ചെയ്യണേ. കാരണം നമ്മുടെ ഈ ഒരു അരിച്ചാക്കും നമ്മുടെ ഈ തുണിയും കൂടെ രണ്ടും രണ്ടായിട്ട് ചെയ്തിരിക്കാൻ വേണ്ടി, എല്ലാം കൂടെ ജോയിൻ്റ് ആയിട്ടിരിക്കാൻ വേണ്ടി അതിൻ്റെ മേളിൽ കൂടെ ഒന്ന് 2 പ്രാവശ്യം ഒന്ന് നേരെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ 5 പീസും ചെയ്തെടുക്കണം. ഇപ്പോൾ ഈ ഒരെണ്ണം ചെയ്യുന്ന പോലെ തന്നെ ബാക്കിയുള്ള 5 പീസും ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ ജോയിൻറ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ മിക്സിക്ക് നമുക്ക് അടിപൊളിയായിട്ടുള്ള ഡ്രസ്സ് അങ്ങ് തയ്ച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ സ്ക്വയറായിട്ട് തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഇത് രണ്ടും കൂടെ ജോയിൻ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ ഇതിൻ്റെ മേളിൽ കൂടെ തയ്ച്ച് കൊടുക്കണം എന്ന് പറയുന്നത്. ഇപ്പോൾ അതാണ് ഞാൻ ഈ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ള 4 പീസും ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒരെണ്ണം ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ 5 പീസും അതേപോലെ തന്നെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു പീസിൽ നമുക്ക് മേളി വരുന്ന ആ ഒരു പീസിലാണ് നമുക്ക് ഇത് പിടിച്ചെടുക്കാനായിട്ടൊരു വള്ളി വേണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ചാക്കിൻ്റെ ഒരു ചെറിയൊരു പീസ് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു കോട്ടൺ തുണി എടുത്തിട്ടുണ്ട് കേട്ടോ. അതും നീളത്തിലാണ് എടുത്തിരിക്കുന്നത്. ആ തുണിയുടെ ഉള്ളിൽ ഈ ഒരു ചാക്കിൻ്റെ പീസ് വെച്ചിട്ട് അതൊന്ന് 2ആയിട്ട് മടക്കി ഒന്ന് തയ്ച്ചെടുക്കണം. അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ ചാക്കിൻ്റെ പീസ് കൊടുത്തിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും നല്ല സ്ട്രോങ് ആയിട്ട് ബലമായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ആ ചാക്ക് പീസ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ അങ്ങ് നേരെ അങ്ങ് തയ്ച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ വീട്ടിൽ വലിയ മിക്സിയാണ് ഇരിക്കുന്നതെങ്കിൽ അതിൻ്റെ അളവ് എങ്ങനെ മനസ്സിലാക്കുമെന്ന് നിങ്ങളിങ്ങനെ ചിന്തിക്കുന്നുണ്ടാകും. വേറെ ഒന്നുമില്ല, നമ്മുടെ മിക്സിയുടെ ഹൈറ്റ് എത്രയാണെന്ന് നോക്കുക. അതുപോലെ തന്നെ അതിൻ്റെ മേൽഭാഗത്ത് എത്ര വട്ടമാണ് വരുന്നതെന്ന് നോക്കിയാൽ മാത്രം മതി കേട്ടോ. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ചെറിയൊരു മിക്സിയാണ്. അപ്പോൾ നമ്മൾ ഈ തയ്ക്കുന്ന കവർ അതിന് കറക്റ്റ് പരുവാണ്. അപ്പോൾ ഇതാ ഞാൻ ആ വള്ളി തയ്ച്ചെടുത്തിട്ടുണ്ട്. വള്ളി നമുക്ക് നേരെ വേണേലും കൊടുക്കുക, അല്ലെങ്കിൽ ഒന്ന് ചരിച്ച് വേണേലും വെച്ച് കൊടുക്കുക. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ വള്ളി നമുക്ക് പിടിപ്പിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ സ്വല്പം ഒന്ന് ചരിച്ചാണ് ആ വള്ളി ഒന്ന് പിടിപ്പിക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ ഒരു സൈഡ് ആദ്യം ഒന്ന് തയ്ച്ച് വയ്ക്കുക. അതിന് ശേഷം അടുത്ത സൈഡും കൂടെ അങ്ങ് തയ്ച്ച് വെച്ചാൽ മതി. അപ്പോൾ ഇതാ മേലിൽ വരുന്ന ആ വള്ളി നമ്മൾ ഒരു പീസിൽ തയ്ച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാമോ, ഇനി നമുക്ക് ബാക്കിയുള്ള 4 പീസ് എടുക്കാം. 4 പീസ് എടുത്ത് വെച്ചിട്ട് ഒരേപോലെ തന്നെ ഇതാ ഇങ്ങനെ നേരെ വെച്ചിട്ട് ആ 4 പീസും ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ 4ഉം ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വേണം നമുക്കിതൊന്ന് ഈ ഒരു വള്ളി പിടിപ്പിച്ചിരിക്കുന്ന ആ ഒരു പീസ് നമുക്ക് വെക്കാനായിട്ട്, റൗണ്ടിൽ വെക്കാനായിട്ട്. അപ്പോൾ ഇതാ 4 പീസും ഒരുപോലെ ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതാ ഇങ്ങനെ വരുവേ. അപ്പോൾ ഇതിൻ്റെ മേളിൽ വരുന്ന നമുക്ക് ഇതിൻ്റെ നമ്മൾ വള്ളി പിടിപ്പിച്ചിട്ടില്ല, ആ പീസാണ് ഇനി നമ്മൾ പിടിപ്പിക്കാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കിക്കേ. ഇത് കണ്ടോ, നമ്മൾ നീളത്തിൽ 4 പീസും കൂടെ ജോയിൻറ്റ് ചെയ്തെടുത്ത് ആ പീസിൻ്റെ തുടക്കം തൊട്ട് ഇതാ ഇതുപോലെ നേരെ തയ്ക്കുക. അപ്പോൾ ഈ നമ്മൾ മേളിൽ വള്ളി പിടിപ്പിച്ച ആ ഒരു സ്ക്വയർ പീസിന് 4 വശം ഉണ്ടല്ലോ, ആ വശം ഇങ്ങനെ നമ്മൾ ചരിച്ച് കൊടുത്ത് നമ്മളിപ്പോൾ നീളത്തിൽ നമ്മൾ തയ്ച്ചെടുത്തല്ലോ 4 പീസ് വെച്ചിട്ട് ആ ഒരു സ്ക്വയർ പീസിൽ ഇങ്ങനെ റൗണ്ട് അടിച്ച് പിടിപ്പിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ അങ്ങ് തയ്ച്ചാൽ മതി കേട്ടോ.
അപ്പോൾ നമ്മുടെ മിക്സിയുടെ കവറ് ഏകദേശം ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഇതുപോലെ തിരിച്ചെടുക്കണം കേട്ടോ. തിരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇതിൽ കുറച്ച് പരിപാടിയും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മിക്സിക്ക് നമ്മളൊരു ഫ്രോക്ക് പോലെയാണ് ഇത് തയ്ച്ചെടുക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് തീർന്നിട്ടില്ല കേട്ടോ. ഒരു ഇച്ചിരി പരിപാടിയും കൂടെ ഉണ്ട് നമുക്ക്. ഇപ്പം നമുക്ക് ഇത് നമ്മുടെ മിക്സി മൂടി വെക്കാനുള്ള ഒരു സംഭവമായിട്ടുണ്ട്. പക്ഷേ ഇതിനെ നമുക്ക് ഇച്ചിരി കൂടെ ഭംഗിയാക്കി എടുക്കണ്ടേ. അപ്പോൾ അതിന് ശേഷം ഞാൻ കുറച്ച് തുണി നീളത്തിലെടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ നൈറ്റിക്കൊക്കെ പ്രില്ല് വെച്ച് കൊടുക്കത്തില്ലേ, അതേപോലെ തന്നെ ഈ ഒരു സ്ക്വയറായിട്ട് നമ്മൾ തയ്ച്ചെടുത്ത കവറിൻ്റെ താഴെ വശം നമ്മളിങ്ങനെ റൗണ്ടിൽ പ്രില്ല് അങ്ങ് തയ്ച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നീളത്തിൽ തുണി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അളവ് വെച്ച് ഇങ്ങനെ നോക്കി അതിനെക്കാട്ടിലും കുറച്ചുകൂടെ നീളത്തിൽ വേണം തുണി എടുക്കാൻ. അതിൻ്റെ ആ തുണിയുടെ ഒരു സൈഡ് നമുക്കൊന്ന് മടക്കി തയ്ക്കണം കേട്ടോ. എന്നിട്ട് മടക്കി തയ്ച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ചെറിയ ചെറിയ പ്ലീറ്റ് എടുക്കാനേ. എന്നിട്ട് നമുക്ക് നമ്മുടെ കവറിൻ്റെ റൗണ്ടിൽ അതങ്ങ് പിടിപ്പിച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഞാൻ ഈ എടുത്തിരിക്കുന്ന തുണി നമ്മൾ മേളിൽ പിടി കൊടുത്തില്ലേ, വള്ളി കൊടുത്തില്ലേ, അതിൻ്റെ ആ ഒരു സെയിം തുണി തന്നെയാണ് എടുത്തിരിക്കുന്നത് താഴെ പ്രില്ല് കൊടുക്കാനായിട്ടേ. അപ്പോൾ ഇനി നമുക്കിതാ ചെറിയ ചെറിയ പ്ലീറ്റ് അങ്ങ് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചിങ്ങനെ പ്ലീറ്റ് എടുത്ത് കാണിക്കാം. ഇതുപോലത്തെ പ്ലീറ്റ് അങ്ങ് എടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ താഴെ വശത്ത് ഇതൊന്ന് തയ്ച്ച് വെച്ച് കൊടുക്കണം. ഇതുപോലെ അങ്ങ് നേരെ അങ്ങ് വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ റൗണ്ടിൽ അതങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ. അന്നേരത്തേനും നമ്മുടെ മിക്സിയുടെ നമ്മുടെ ഫ്രോക്ക് റെഡിയാകും കേട്ടോ. കവറ് റെഡിയാകും. അപ്പോൾ ഇതാണ് നമ്മുടെ മിക്സി കേട്ടോ. അപ്പോൾ നമ്മുടെ മിക്സിയുടെ കവർ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡ്രസ്സിനെ അങ്ങോട്ട് ഇടിയിപ്പിച്ച് കൊടുക്കാം കേട്ടോ. ഡ്രസ്സ് ഇടിയിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ആ താഴെ വെച്ചിരിക്കുന്ന പ്രില്ലിന് കുറച്ചുകൂടെ ഇറക്കം വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് കുറച്ചുകൂടെ വീതിയിൽ ഇറക്കം എടുത്തു കഴിഞ്ഞാൽ താഴെ മുട്ടിക്കിടക്കുന്ന പോലെ കിടക്കും. നമുക്കതിൻ്റെ ആവശ്യമില്ലല്ലോ. നമുക്ക് ഫ്രോക്ക് ഇട്ട് കഴിയുമ്പോൾ എങ്ങനെയാണ് നിൽക്കുന്നത്, ഒത്തിരി ലെങ്തായിട്ട് കിടന്നു കഴിഞ്ഞാൽ ഭംഗിയില്ലല്ലോ. കുറച്ച് കയറി നിൽക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ നമ്മുടെ ഈ മിക്സിക്ക് ഇത്ര ഇറക്കം മതി. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇറക്കത്തിൽ തയ്ച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഇറക്കം വേണമെങ്കിൽ കുറച്ചുകൂടെ എടുത്തോളുക കേട്ടോ. അടിപൊളിയായിട്ടുള്ള ഡ്രസ്സ് ഞങ്ങൾ തയ്ച്ച് ഞങ്ങളുടെ മിക്സിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മിക്സിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇനി നീ ഈ മിക്സിയിൽ പൊടി അഴുക്കും ഒന്നും പറ്റിച്ചേക്കരുത്. ഈ ഡ്രസ്സ് ഞങ്ങൾ തയ്ച്ചു തരുന്നത് അതിനെ സൂക്ഷിക്കാനാണ്. അപ്പോൾ എല്ലാം കേട്ടിട്ട് ഓക്കെ എന്ന് തിരിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരുടെ വീട്ടിൽ ഇതുപോലെ മിക്സി ഉണ്ടെങ്കിൽ ഇതുപോലെ കവർ തയ്ക്കണമെങ്കിൽ വളരെ ഈസി ആയിട്ടാണ് നമ്മൾ വെട്ട് പീസ് വെച്ച് തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ടാറ്റ, ഗുഡ് നൈറ്റ്.